ഈ ഒരു പോസ്റ്റർ കണ്ടോ, ഞാൻ ജെമിനിയിൽ ഡിസൈൻ ചെയ്തതാണ്. ജെമിനിയിൽ ഡിസൈൻ ചെയ്തത് ഇത്ര വലിയൊരു സംഭവമല്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ജെമിനിയിൽ ഡിസൈൻ ചെയ്തതിന് എനിക്ക് ക്യാൻവയിൽ പോയി എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റീസെൻ്റ് ആയിട്ട് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഫീച്ചറാണ്. ജെമിനിയും ക്യാൻവയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അറിയാം, ഇനി മുതൽ ജെമിനിയിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്യാൻവയിൽ പോയി എഡിറ്റ് ചെയ്യാം. കുറേ ആളുകൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന കുറേ ആളുകൾ നേരിടുന്ന വലിയൊരു പെയിൻ പോയിന്റ് ആണ് ഇത്. അതായത് പലപ്പോഴും നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യും, പിന്നെ അതിൽ അഡീഷണൽ ചേഞ്ചസ്, അതായത് പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ത് അഡീഷണൽ ചേഞ്ചസ് വരുത്താൻ നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അത് ഓരോ തവണയും വ്യത്യസ്ത പോസ്റ്ററുകളാണ് തരാറുള്ളത്. അതിന് പുറമെ നമ്മൾക്ക് എന്തെങ്കിലും മാനുവൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ഫങ്ഷൻസ് ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെക്കുകയാണെങ്കിൽ നമ്മൾ തമ്പനെയിൽസ് ഒക്കെ ഡിസൈൻ ചെയ്യും. പക്ഷേ തമ്പനെയിൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒന്നുകൂടി ചിലപ്പോൾ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണം, അല്ലെങ്കിൽ എലമെൻറ്റുകൾ ഒന്നുകൂടി വലുതാക്കണം. അത്തരത്തിലുള്ള ചേഞ്ചസ് നമ്മൾക്ക് മാനുവലായിട്ട് വരുത്താൻ പലപ്പോഴും ജെമിനിയിൽ ഫംഗ്ഷൻ ഇല്ല, ഓപ്ഷൻ ഇല്ല. ആ ഒരു വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ ഏത് ഡിസൈനിലും മാനുവലായിട്ട് മാറ്റം വരുത്താം. അപ്പം അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ജെമിനിയിൽ ക്യാൻവ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പം മാക്സിമം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത്, ആദ്യം പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് എന്താണ് പോസ്റ്റർ മേക്ക് ചെയ്യേണ്ടത് ആ കണ്ടന്റ് ഞാൻ ഇവിടെ കൊടുക്കണം. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പോസ്റ്റർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യാസ് നമ്പർ 1 കൊമേഴ്സ് ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കോട്ടക്കലിൽ ഇനി വലിയ സ്വപ്നങ്ങൾ മാത്രം. ഞാൻ ജസ്റ്റ് ഏതോ ഒരു ബാനറിൻ്റെ റഫ് ആയിട്ടുള്ള കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ അടിയിൽ ലാസ്റ്റ് കൊടുത്തു, ക്യാൻ യു മേക്ക് എ പ്രൊഫഷണൽ പോസ്റ്റർ നൗ. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന പോസ്റ്റർ മേക്ക് ചെയ്യുമ്പോൾ കുറേ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, പലപ്പോഴും ടിപ്പിക്കൽ സ്റ്റൈൽ ഓഫ് ഡിസൈൻ ഔട്ട്പുട്ടാണ് കിട്ടാറുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പ്രോംപ്റ്റിംഗ് പലപ്പോഴും അക്യുറേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. പ്രോംപ്റ്റിങ്ങിൽ നമ്മൾ മുമ്പ് വീഡിയോയിലൂടെ ഒക്കെ പറയുന്നതാണ്, പ്രോംപ്റ്റിങ്ങിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പേഴ്സോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാറ്റ് ബോട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അടിയിൽ താഴെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുക്കാം. ഇനി നേരത്തെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്, ഇപ്പം നിലവിൽ നമുക്ക് വോയിസ് ആയിട്ടും പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പം നിങ്ങൾ ആ പ്രോംപ്റ്റിൽ ഇന്ന കാര്യം പറയണം, നീ ഈ ഒരു പ്രൊഫഷണൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള അനുഭവ സമ്പത്തുള്ള ഒരു പ്രൊഫഷണൽ ഡിസൈനർ ഡിസൈൻ ചെയ്ത പോലെ ഡിസൈൻ ചെയ്യണം, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ കോഡുകൾ ഉപയോഗിക്കണം. അത്തരത്തിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പറ്റുന്ന എലമെൻറ്റുകൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാനിവിടെ അതൊന്നും കൊടുത്തിട്ടില്ല, വളരെ ക്വിക്കായിട്ടൊരു പോസ്റ്റർ മേക്ക് ചെയ്യാണ്. സോ ക്യാൻ യു മേക്ക് എ പ്രൊഫഷണൽ പോസ്റ്റർ എന്ന് മാത്രം കൊടുത്തു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഏത് ഇമേജ് ക്രിയേഷനിൽ, വിഷ്വൽ ഇമേജ് ക്രിയേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രിയേറ്റ് ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻവ ജെമിനി ഇൻ്റഗ്രേഷൻ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ കുറേ ആളുകൾക്ക് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്, പക്ഷെ അതിൽ അഡീഷണൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് വലിയൊരു റിസ്ക് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു വലിയൊരു കടമ്പ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ജെമിനിയിൽ ഡിസൈൻ ചെയ്യാൻ ശേഷം മാനുവലായിട്ട് ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നാൽ ഇറ്റ് ഈസ് എ ഹ്യൂജ് എഫക്റ്റ്, ഇറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് റിസൾട്ട് വരുന്നുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ട്. സി വി ഗോട്ട് ദ റിസൾട്ട്. ഇതേ സെയിം ഫംഗ്ഷൻ, അതായത് ഇപ്പോൾ ജെമിനിയിൽ നമ്മൾ ക്യാൻവ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ക്ലൗഡിൻ്റെ പ്രോമാക്സിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പ്രസൻറ്റേഷൻസ് ഒക്കെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്യാൻവയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, പോസ്റ്റേഴ്സിനൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ജെമിനിയിൽ ഈ ഫംഗ്ഷൻ ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ പോസ്റ്റർ ഓക്കെ ആണെങ്കിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടത്, എന്ത്, ക്യാൻവയിലേക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം ഇതിലുള്ള എഡിറ്റിങ് നിങ്ങൾ വരുത്തണം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് വിധേനയും എഡിറ്റിംഗ് വരുത്താം. കുറേ ആളുകൾക്ക് അതറിയില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റാം, കളറ് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ സൈസും നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ 1080 1350 പിക്സലാണ് തന്നത്, പക്ഷേ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റോറിയാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൊടുക്കാം, ഇതിൻ്റെ സൈസ് ഡയമെൻഷൻ ശരിയല്ല, വാട്സപ്പ് സ്റ്റോറി സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരണം. അങ്ങനെ എന്തും
ഈ ഒരു പോസ്റ്റർ വരുന്ന എന്ത് എഡിറ്റിങ്സിനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഇഫ് യു ആർ ഡൺ വിത്ത് എ പോസ്റ്റർ, നിങ്ങൾ പോസ്റ്ററൊക്കെ ഓക്കെ ആയി എന്നുണ്ടെങ്കിൽ ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടത്, അത് ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ റിമൂവ് ചെയ്യണം. ഇമേജസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ റിമൂവ് ചെയ്യുന്ന ശേഷം അറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജെമിനൈയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത ആപ്പുകളൊക്കെ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ക്യാൻവ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്യാൻവ ചൂസ് ചെയ്തു. നിങ്ങൾ ഇവിടെ ഇമേജ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവയുടെ ഫംഗ്ഷൻ കാണൂല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇനി അറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യൂല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം എൻ്റെ അടുത്ത് ഈ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഒരു തവണ ശ്രമിച്ചപ്പോൾ ഓക്കെ, പിന്നെ തവണ ശ്രമിച്ചപ്പോൾ ഓക്കെ ഇല്ല. അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇമേജ് എന്നുള്ള ഫംഗ്ഷനിൽ ഇൻഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. ശേഷം നിങ്ങൾ അറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്. സി, ഇറ്റ്സ് വർക്കിംഗ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ക്യാൻ യു കൺവേർട്ട് ദിസ് ഇൻ ടു ക്യാൻവ എന്ന് കൊടുത്തു. ഞാൻ എൻ്റർ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കി വെക്കാം. റിസൾട്ട് വരാൻ അല്പം സമയമെടുക്കും. ഓക്കെ, ഡിഫൈനിങ് അപ്രോച്ച്, സി കണക്റ്റിംഗ് ടു ക്യാൻവ, അതായത് നമ്മുടെ ഡിസൈനിലെ ക്യാൻവയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു ക്യാൻവ കൂടി ഇൻ്റഗ്രേഷൻ വന്നത് വഴി നമ്മൾക്ക് പണ്ട് ഡിഫോൾട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരുന്ന പല തരത്തിലുള്ള ഡിസൈനിങ്ങും ഇനി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ AI വരുന്ന സമയത്തുള്ള നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ. അതായത് പണ്ട് നമ്മളിപ്പോൾ കോഡിങ് അറിയുന്നവർ തമ്മിലൊരു അന്തരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവർ, ഡിസൈൻ അറിയാത്തവർ തമ്മിലൊരു അന്തരം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ ആ ഒരു അന്തരം ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ആവാൻ പോവാണ്. അതായത് ഡിസൈൻ ചെയ്യാൻ അറിയാത്ത ആളുകൾക്കും പ്രോംപ്റ്റിംഗ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സി നമ്മൾക്ക് ഡിസൈൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ക്യാൻവയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നേരെ നമ്മുടെ ക്യാൻവയിൽ ഓപ്പൺ ആവും. അപ്പോൾ നേരത്തെ നമ്മൾ ജെമിനൈയിൽ ഏത് ക്യാൻവ അക്കൗണ്ടാണോ കണക്ട് ചെയ്ത് ആ ക്യാൻവ അക്കൗണ്ടിൽ ഇത് ഓപ്പൺ ആകും. സി, ഇത് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ വി ഗോട്ട് ദ റിസൾട്ട്. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് നേരത്തെ കിട്ടിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾക്ക് മാറ്റാൻ പറ്റും. സി, ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ ടെക്സ്റ്റ് മാറ്റാം, സ്കോളർഷിപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് വേണമെങ്കിലും അതും നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജോയിൻ നൗ എന്നുള്ളത് മാറ്റാം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാം, തീം മാറ്റാം, ഇനി ഇതിലേക്ക് പുതിയ എന്തെങ്കിലും ഫയൽ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ കൊണ്ടുവരാം. അതായത് ക്യാൻവയിൽ നമുക്ക് എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റും മാനുവലായിട്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇനി മാറ്റം വരുത്താൻ ഒരു റിസ്ക്കും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സി, എന്ത് മാറ്റം നമ്മൾക്ക് മാറ്റാം, ഫോണ്ട് മാറ്റാം, ടൈപ്പ് ടെക്സ്റ്റുകൾ മാറ്റാം, ഒക്കെ എല്ലാം നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിസൈൻ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ, ഇതിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് റെഡ് ആക്കണം എന്നുണ്ടെങ്കിൽ, യെല്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാം നമ്മൾക്ക് ജെമിനൈയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ മാറ്റങ്ങളും നമുക്ക് ഇവിടെ ക്യാൻവയിൽ വന്നിട്ട് മാറ്റാൻ പറ്റും. ഇനി ഞാൻ അഡീഷണൽ ആയിട്ടുള്ള 2 പ്രോ ടിപ്പുകൾ കൂടി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പലപ്പോഴും പോസ്റ്റർ മേക്ക് ചെയ്യുമ്പോഴൊക്കെ ടിപ്പിക്കൽ ഡിസൈൻ സ്റ്റൈൽ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ ഇപ്പോൾ ഫ്രീ പിക്ക് പോലത്തെ, ഫ്രീ പിക്കിൻ്റെ പേര് മാറിയിട്ടുണ്ട്, ഇപ്പോൾ മാഗ്നിഫൈസ് എന്നാണ്. മാഗ്നിഫൈസ്, പിൻട്രസ്റ്റ് പോലത്തെ വെബ്സൈറ്റിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേ വിധത്തിലുള്ള ടെംപ്ലേറ്റ്സും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, അതിൽ മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫ്രീ പിക്കിലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പെയ്ഡ് വേർഷൻ വേണം. പക്ഷേ ഇനി നമുക്ക് അവരുടെ ഇമേജിൻ്റെ സ്ക്രീൻഷോട്ട് കൊണ്ട് മാത്രം നമുക്ക് അതിലെല്ലാ എഡിറ്റിങ്ങും ക്യാൻവ ജെമിനൈ ഇൻ്റഗ്രേഷൻ വഴി ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഫ്രീ പിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബിരിയാണിൻ്റെ വല്ല പോസ്റ്റേഴ്സും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അന്തരം, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ, ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ ഉണ്ടോ, ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മൾക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ പോയി ഡിസൈൻ ചെയ്യണം. അതേപോലെ തന്നെ ഇതിൽ തന്നെ പെയ്ഡ്
പോസ്റ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് അതൊക്കെ ഈ ജെമിനൈൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നമുക്ക് ഫീൽ ഗുഡ് തോന്നി. ഇനി നമ്മൾ ഇതിനെ എഡിറ്റബിൾ ആക്കുന്ന ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം എടുത്തു. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, ക്യാപ്ചർ എടുത്തു, സ്ക്രീൻഷോട്ട് എടുത്തു. ശേഷം ഞാൻ ഇവിടെ ജെമിനി ഓപ്പൺ ചെയ്തു. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ടിനെ ഇവിടെ അപ്ലോഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ഇമേജ് ഫങ്ഷൻ, ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഫങ്ഷൻ കൊടുത്തു. ക്യാൻ യു റീഡിസൈൻ ദിസ് എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്തു. ആ ഒരു ഡിസൈനിന് വീണ്ടും റീഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സിമ്പിൾ പ്രോംപ്റ്റ് കൊടുത്തു. ഓക്കെ, നമുക്ക് ആ ഒരു ഡിസൈനിനെ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്ത് തരികയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, റിസൾട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് പിൻട്രസ്റ്റിലുള്ളതാണെങ്കിലും ഫ്രീ പിക്കിലുള്ളതാണെങ്കിലും അവിടുത്തെ ഒക്കെ ഏത് തരത്തിലുള്ള പോസ്റ്ററിലും നിങ്ങൾക്ക് മാനുവൽ ചേഞ്ചസ് ക്യാൻവയുടെ ഹെൽപ്പോട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്കിത് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ഇല്ലാതെ, അതായത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ട് അതേപോലെ ഡിസൈൻ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇതായിരുന്നു ആക്ച്വൽ പിക്ചർ, പക്ഷെ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ക്യാൻ യു റീഡിസൈൻ എന്ന് പറഞ്ഞ ആ പ്രോംപ്റ്റ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇമേജ് ഫങ്ഷൻ ഒഴിവാക്കുക, എന്നിട്ട് ക്യാൻവ ചൂസ് ചെയ്യുക. കൺവേർട്ട് ദിസ് ഫയൽ ഇൻറ്റു ക്യാൻവ. ഓക്കെ, ക്യാൻവ എന്ന് കൊടുത്തു. നമുക്ക് റിസൾട്ട് നോക്കിക്കാം. ഇനി ഇതേപോലെ നമ്മൾക്ക് സെയിം സാധനം പിൻട്രസ്റ്റിലൊന്നും ചെയ്തുതരാം. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് വെച്ചാൽ നിങ്ങളുടെ ഒരു യൂസ് കേസ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ഒന്നുകൂടി വൈൽഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ് ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതേ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, ഞാനിവിടെ ലാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ജെമിനി ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ റീഡിസൈൻ ഒന്നും ചെയ്യാതെ നേരിട്ട് ക്യാൻവയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ക്യാൻ യു കൺവേർട്ട് ദിസ് ഇൻറ്റു ക്യാൻവ ആഫ്റ്റർ ഡിസൈനിങ് ഇറ്റ്? നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നേരിട്ട് ആ ഫയലിനെ ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഐ തിങ്ക് അനലൈസിങ് ദ യൂസർ ഇൻപുട്ട്, കണക്റ്റിംഗ് ടു ക്യാൻവ റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. തൊട്ട് മുമ്പ് കൊടുത്ത പ്രോംപ്റ്റിൻ്റെയും റിസൾട്ട് വരുന്നുണ്ട്. 2 റിസൾട്ടുകളെയും നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് ഏതൊരാൾക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ പോസ്റ്റേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലോ സ്കൂൾ പോസ്റ്റർ ഒന്ന് സെർച്ച് ചെയ്യാം. സ്കൂൾ പോസ്റ്റർ. ഓക്കെ, ഒരുപാട് പോസ്റ്റേഴ്സ് നമുക്ക് ഇത്തരത്തിലുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ ആ പോസ്റ്ററൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്യാൻവയിൽ ഓപ്പൺ ആവുന്നുണ്ട്. അത് നോക്കാം. അതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ഡിസൈനും നമുക്ക് ക്യാൻവയിലേക്ക് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള AI വെച്ചിട്ട് പോസ്റ്റേഴ്സ് മേക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൽ AI റിലേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്ത ആ ഇൻവിറ്റേഷൻ നമുക്ക് ക്യാൻവയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എന്ത് പേരും നമ്മൾക്ക് മാറ്റാം. നമ്മൾക്ക് എന്ത് ഇവിടെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡേറ്റ് മാറ്റാം. അപ്പോൾ ആക്ച്വലി നമ്മൾക്കിപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ ഫോട്ടോഷോപ്പിലോ ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡോണ്ട് വറി, യു ക്യാൻ ഡിസൈൻ ഓൾ ദ തിങ്സ് ഇൻ എ ക്യാൻവ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജെമിനി. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾക്ക് ഇനി ഫുഡിൻ്റെ പിക്ചർ മാറ്റണമെങ്കിൽ ഫുഡിൻ്റെ പിക്ചർ മാറ്റാം. ഇതൊക്കെ നമുക്ക് ഇതിൽ എന്ത് എലമെൻറ്റ്സും മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
ദിസ് ഈസ് ഹ്യൂജ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുള്ളാണ് എല്ലാ ആളുകൾക്കും, പല ബിസിനസ്സുകാർക്ക് ഹെൽപ്ഫുള്ളാണ്, ടീച്ചേഴ്സിന്, പ്രൊഫഷണൽസിനൊക്കെ ഹെൽപ്ഫുള്ളാണ്. നമുക്കിതിൻ്റെ എല്ലാ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ്, ടെക്സ്റ്റ്, ഇമേജ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ജെമിനൈയിലേക്ക് എങ്ങനെയാണ് ക്യാൻവ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ജെമിനായി ഓപ്പൺ ചെയ്യുക. ജെമിനായി ഓപ്പൺ ചെയ്ത ശേഷം ഈ മുകളിലുള്ള 2 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. 2 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിങ്സ്, ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇത് ഡിപ്പെൻഡ് ഓൺ ഫോണിനനുസരിച്ച് ചെറിയൊരു രീതിയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ സെറ്റിങ്സിൻ്റെ ഐക്കൺ എവിടെ കാണുന്നത് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങോട്ട് താഴേക്ക് വന്നിട്ട് പേഴ്സണൽ ഇൻ്റലിജൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഇൻ്റലിജൻസ് ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റഡ് ആപ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാൻവ എന്നുള്ളൊരു ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ലാസ്റ്റ് ക്യാൻവ നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ക്യാൻവ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്യാനുള്ള പെർമിഷൻസും കാര്യങ്ങളും കൊടുക്കണം. ക്യാൻവയും അതേപോലെ തന്നെ ജെമിനയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കുറച്ച് പെർമിഷൻസ് കൊടുക്കും. അപ്പോൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മുടെ ക്യാൻവയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ജെമിനായി ഏത് ഇമെയിലുമായിട്ടാണ് കണക്റ്റഡ് ആ ഇമെയിൽ തന്നെ മാക്സിമം ഇവിടെ ക്യാൻവയിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ക്യാൻവയിൽ സൈൻ ഇൻ ചെയ്യാണ് ഇപ്പോൾ ഇവിടെ. ഓക്കെ, ക്യാൻവയിൽ സൈൻ ഇൻ ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു. ഡൺ. എൻ്റെ ക്യാൻവ ഇവിടെ ഡൺ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ക്യാൻവയിലുള്ള ടീമാണ്, അത് ഏതും നമുക്ക് തിരഞ്ഞെടുക്കാം. അലൗ കൊടുക്കാം. ഓതറൈസേഷൻ സക്സസ്ഫുൾ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ക്യാൻവയുടെ ഈ ഇങ്ങനെ കാണിക്കും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവ ജെമിനയുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഏത് ഡിസൈനും ക്യാൻവയിൽ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റിയൽ ആയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റിൽ പറയാം. അത് ചെറിയ ലവ് ഐക്കൺ ആണെങ്കിലും അത് കമൻറ്റിൽ പറയാൻ ശ്രമിക്കുക. കാരണം അതാണ് നമുക്ക് ഇതേപോലെ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യാനുള്ള വലിയൊരു മോട്ടിവേഷൻ തരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.